നമസ്കാരം. ശ്രീകല ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഭരതൻ മാനിനെ സ്നേഹിച്ചതും മറുപിറവിയിൽ മാനായി ജനിച്ചതിനെയും കുറിച്ചാണ്. കേൾക്കാൻ മറക്കരുതേ. ഭരതരാജാവിൻ്റെ കഥ നമുക്ക് വലിയൊരു ഉപദേശത്തെ കൂടി നൽകുന്ന കഥയാണ്. സർവസംഘങ്ങളെയും പരിത്യജിച്ച് വനത്തിൽ വന്ന് സമയവും ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരുന്ന രാജർഷി ഭരതനെ അസ്ഥാനത്തിലുള്ള ജീവകാരുണ്യം അധപതനത്തിന് ഇടയ്ക്കാക്കിയ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഭരതൻ ഒരു ദിവസം സന്ധ്യാവന്ദനം കഴിഞ്ഞ് ധ്യാനം ചെയ്തുകൊണ്ട് നദീതീരത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു പേടമാൻ ദാഹശാന്തിക്കായി നദിയിൽ വന്നിറങ്ങി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപത്തായി ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ടു. സ്വതവേ ഭീരുവായ മാൻ പേടിച്ച് നദിയിലേക്ക് എടുത്തു ചാടി മറുകര നോക്കി നീന്താൻ തുടങ്ങി. നദിമധ്യത്തിൽ വെച്ച് തന്നെ മാൻ പ്രസവിച്ചു. കുട്ടി വെള്ളത്തിൽ വീഴുകയും ചെയ്തു. തള്ള അക്കരയിൽ കയറി പ്രാണഭയത്തോടു കൂടി ഓടി ഒരു ഗുഹയിൽ ചെന്ന് വീണ് മരിച്ചു. മാൻകുട്ടി ജലപ്രവാഹത്തിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നത് ഭരതൻ കണ്ടു. ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അത് മരിച്ചു പോകും. ആ അനാഥയിൽ ദയാലുവായ ഭരതന് കൃപ തോന്നി. അതിനെ നദിയിൽ നിന്നും എടുത്ത് കരയിലാക്കി. മാൻകുട്ടിയോടുള്ള ഭൂതദയ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഭരതൻ അത് ചെയ്തില്ല. മാൻകുട്ടിയെ എടുത്ത് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. പ്രാരബ്ധം ഭരതനെ കൊണ്ട് ഇപ്രകാരം ചിന്തിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലാതെ എന്തു പറയാൻ? അനാഥയായ ഈ കുട്ടി എന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ഇതിനെ രക്ഷിക്കാൻ ഞാനല്ലാതെ വേറെ ആരുണ്ട്? ഇതിനെ കൈവിടുന്നത് പാപമാണ്. പരിപാലിക്കുക തന്നെ വേണം. മഹാത്മാക്കളായ സാധുക്കൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതുമൂലം എൻ്റെ ദിനകൃത്യങ്ങൾ മുടങ്ങിയാലും സാരമില്ല. ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ശ്രദ്ധയോടും വാത്സല്യത്തോടും അതിനെ രക്ഷിച്ചു വളർത്തി. തന്മൂലം തൻ്റെ പൂജകൾക്കും നിയമങ്ങൾക്കും സമയമില്ലാതെയായി. തന്മൂലം ക്രമേണ കുറഞ്ഞു തുടങ്ങി. കാലക്രമത്തിൽ തീരെയില്ലാതെയായി. മാൻകുട്ടിയിൽ വർദ്ധിച്ച വാത്സല്യത്താൽ അതിനെ ഒരു നേരവും പിരിയാതെ കൂടെ കൊണ്ടു നടന്നു. അതിനെ തോളിലും മാറത്തും ചുമന്നുകൊണ്ട് നടന്നു. അപൂർവമായി പൂജകൾ ചെയ്താലും ആൺകുട്ടിയുടെ രക്ഷയിൽ ഉത്കണ്ഠാകുലനായി. ഇടയ്ക്കിടെ എഴുന്നേറ്റ് ചെന്ന് നോക്കി. ഒരു നേരം കണ്ടില്ലെങ്കിൽ അസഹ്യവേദനയോടെ നിലവിളിക്കും. തേടിപ്പിടിച്ച് ആശ്ലേഷം ചെയ്ത് അതിൻ്റെ സ്പർശനസുഖത്തിൽ ആനന്ദം കൊള്ളും. ഇങ്ങനെ മാൻകുട്ടിയുടെ രൂപത്തിൽ വന്ന പ്രാരബ്ധം രാജർഷി ഭരതനെ ഈശ്വരമാർഗത്തിൽ നിന്നും തള്ളിവീഴ്ത്തി. ദുസത്യജയായ മഹാസാമ്രാജ്യത്തെയും പുത്രകളത്രാദികളെയും ധൈര്യപൂർവ്വം ഉപേക്ഷിച്ച് വനത്തിൽ വന്ന് തീവ്രമായി ഭഗവത് ഭജനം ചെയ്ത ഭരതന് ഒരു മാൻകുട്ടി മൂലം പതനം സംഭവിച്ചു എങ്കിൽ അത് പ്രാരബ്ധത്തിൻ്റെ ശക്തി കൊണ്ടല്ലാതെ എന്തു പറയട്ടെ. അങ്ങനെയിരുന്ന് മരണസമയം അടുത്തു. അപ്പോഴും മാൻകുട്ടിയെ പറ്റിയായിരുന്നു ചിന്ത. അതിനാൽ അടുത്ത ജന്മം മാനായി ജനിക്കേണ്ടി വന്നു. എങ്കിലും അത്രയും കാലം ശ്രീകൃഷ്ണനെ സേവിച്ചത് വെറുതെയായില്ല. മൃഗശരീരത്തിലിരുന്നപ്പോഴും പൂർവ്വജന്മസ്മരണ നിലനിന്നിരുന്നു. തനിക്ക് എന്തുകൊണ്ടാണ് മൃഗജന്മം വന്നതെന്ന് അറിഞ്ഞാൽ കഠിനമായി പശ്ചാത്താപിച്ചു. ഇനിയൊരിക്കലും സംഘദോഷം വരരുതെന്ന് നിശ്ചയിച്ച് സ്വജാതികളോട് കൂടാതെ ഏകനായി സഞ്ചരിച്ച് വീണ്ടും പുലഹാശ്രമത്തിൽ വന്നു. ശരീരത്തിൽ അശേഷം മമതയെ വെച്ചില്ല. ഉണക്കയില മാത്രം ഭക്ഷിച്ച് മരണത്തെയും കാത്തിരുന്നു. കാലം വന്നപ്പോൾ മൃഗശരീരത്തെ ഗണ്ഡകി നദിയിൽ തന്നെ ഉപേക്ഷിച്ചു. എന്തിനോടാണ് നമ്മൾ അവസാനം മനസ്സ് ബന്ധിക്കുന്നത്, അതാണ് അടുത്ത ജന്മം നിശ്ചയിക്കുന്നത്. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.